Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെന്ന കൊണ്ട് സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെന്ന കോൺ റോൾ ചെയ്യുന്നതും ഫില്ല് ചെയ്യുന്നതും സീൽ ചെയ്യുന്നതുമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ട്, ഹെന്ന പൗഡർ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണാത്തവർ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ അത് പോയി കാണണം, എന്നിട്ട് ഇത് കാണാവുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ഹെന്ന കോൺ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെല്ലോ ഷീറ്റ് വേണം, പിന്നെ സ്റ്റിക്ക് പിൻസ് വേണം, പിന്നെ ഒരു സെല്ലോ ടാപ്പ് ഡിസ്പെൻസർ വേണം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് ഹെന്ന കോൺ ഈസി ആയിട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനൊരു സെല്ലോ ഷീറ്റ് എടുക്കുവാണ്. അപ്പോൾ നമുക്ക് ഒരു സെല്ലോ ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് കുറച്ചുകൂടെ അങ്ങോട്ടൊന്ന് മാറി ഇതുപോലെ നമുക്ക് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കുള്ളൊരു സ്റ്റിക്ക് പിന്ന് അതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ വെക്കണം. ഇതുപോലൊരു സെല്ലോ ടോപ്പ് കൊണ്ട് നമ്മുടെ അതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ ആ ഗ്യാപ്പിൻ്റെ സൈഡിലൊക്കെ സെല്ലോ ടേപ്പ് ഒട്ടിക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ ഹെന്ന കോണ് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമുക്കിനി എല്ലാ കോണും റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ കോണും നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെന്ന പേസ്റ്റ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഹെന്ന പേസ്റ്റ് നേരത്തെ തയ്യാറാക്കിയ ഹെന്ന പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ ഹെന്ന പേസ്റ്റിൻ്റെ ലിഡൊന്ന് ഒരു കത്രിക വെച്ച് മുറിച്ചിട്ട് ഇതുപോലെ നമുക്ക് ഓരോ കോണിലും ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കറക്റ്റ് ക്വാണ്ടിറ്റി അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മെഷറിംഗ് സ്കെയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 25 ഗ്രാംസിൻ്റെയാണ് ഹെന്ന കോൺസ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇനി മെഷർ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് എല്ലാ കോണും 25 ഗ്രാംസ് വെച്ചിട്ട് ഹെന്ന പേസ്റ്റ് ഫില്ല് ചെയ്യാം. എല്ലാ കോണിലും ഹെന്ന പേസ്റ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ സെല്ലോ ടാപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ മുകൾ ഭാഗം ഒന്ന് ഇങ്ങനെ ഇതുപോലെ ടാപ്പ് ചെയ്ത് വെക്കണം. നന്നായിട്ട് ടാപ്പ് ചെയ്യണം. ഹെന്ന പേസ്റ്റ് പുറത്ത് വരാത്ത രീതിയിൽ 2 വട്ടം നമുക്കൊന്ന് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കണം. എന്നിട്ട് പതുക്കെ താഴത്തോട്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം. ഇനി നമുക്ക് ആ ലിഡിൽ വെച്ചിരിക്കുന്ന സ്റ്റിക്ക് പിൻ ഇങ്ങനെ ഊരിയതിന് ശേഷം ഇതുപോലെ താഴത്തോട്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് എന്നിട്ട് പിന്നെ തിരിച്ച് ആ ലിഡിലോട്ട് സ്റ്റിക്ക് പിന്ന് നമുക്ക് വെക്കാം. എന്നിട്ട് ഇതുപോലെ മടക്കി സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് നമുക്കതൊന്ന് ഒട്ടിച്ചു വെക്കാം. ഇതുപോലെ സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് 2 സൈഡിലും ഒന്ന് ഒട്ടിച്ചു വെക്കണം. അതുപോലെ നമുക്ക് എല്ലാ കോണും ഇതുപോലെ സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ ഹെന്ന കോൺസിലും ഹെന്ന ഫില്ല് ചെയ്തിട്ട് നമ്മൾ സീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്കർ യൂസ് ചെയ്യുന്നവർക്ക് ഇനി
ഇതിൻ്റെ അകത്ത് സ്റ്റിക്കർ ഒട്ടിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ലോഗോ വെച്ചിട്ടുള്ള സ്റ്റിക്കറാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇതുപോലെ ഷാസ് ഹെന്ന എന്ന് എഴുതിയിട്ട് സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യുന്നവർക്ക് ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.